ഇന്നത്തെ നമ്മുടെ കഥയുടെ പേരാണ് ഒരു ഒളിച്ചു കളിയുടെ കഥ. മനോഹരമായ ഒരു മലയോര പ്രദേശമാണ് കുറ്റിക്കാട്ടൂർ. ധാരാളം കൊച്ചു കൊച്ചു കുറ്റിക്കാടുകളും കാട്ടരുവികളും ഉള്ളതുകൊണ്ടാണ് സ്ഥലത്തിന് കുറ്റിക്കാട്ടൂർ എന്ന പേര് ലഭിച്ചതെന്നാണ് നാട്ടുകാർ പറയുന്നത്. അന്നൊരു ശനിയാഴ്ചയായിരുന്നു. കുറ്റിക്കാട്ടൂരുള്ള UP സ്കൂളിന് അവധി ദിവസമാണ്. അവധിയായിരുന്നെങ്കിലും 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഏതാനും കുട്ടികൾ അവരുടെ പ്രിയങ്കരനായ വേണു സാർ ആവശ്യപ്പെട്ടത് അനുസരിച്ച് സ്കൂളിലെ പൂന്തോട്ടത്തിൽ ജോലി ചെയ്യാൻ വന്നു. കുട്ടികൾക്കെല്ലാം വലിയ ഉത്സാഹം. കാരണം എന്താണെന്നോ, ജോലി കഴിയുമ്പോൾ കുറ്റിക്കാട്ടൂരിൻ്റെ അതിർത്തിയിലുള്ള പുലിമേട സന്ദർശിക്കുവാൻ അവരെ കൊണ്ടുപോകാമെന്ന് വേണു സാർ അവർക്ക് ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. ജോലിയെല്ലാം അവസാനിച്ചപ്പോൾ വേണു സാർ കുട്ടികളെയും കൊണ്ട് പുലിമേടയിലേക്ക് യാത്രയായി. ആദ്യകാലങ്ങളിൽ ഒത്തിരി പുലികൾ അവിടെ ഉണ്ടായിരുന്നത് കൊണ്ടാണത്രേ ആ സ്ഥലത്തിന് പുലിമേട എന്ന പേര് കിട്ടിയത്. വേണുസാറും കുട്ടികളും പുലിമേടയിലെത്തി. ഹായ്, എന്തു രസം എന്നു പറഞ്ഞ് കുട്ടികളെല്ലാവരും തുള്ളിച്ചാടാൻ തുടങ്ങി. നിങ്ങൾ പോയി കളിച്ചോ, പക്ഷെ ഒരു കാര്യം, ചുറ്റുപാടും പച്ചക്കറിത്തോട്ടങ്ങളെല്ലാം ഉള്ളതാണ്, കുഴപ്പത്തിനൊന്നും പോവരുത് കേട്ടോ എന്ന് പറഞ്ഞ് വേണുസാർ കുട്ടികളെ വിട്ടയച്ചു. മറ്റൊരു നിർദ്ദേശവും കൂടെ അവർക്ക് നൽകാൻ വേണുസാർ മറന്നില്ല. ഞാൻ വിസിലടിക്കുമ്പോൾ നിങ്ങളെല്ലാവരും ഇവിടെ തിരിച്ചെത്തണം. കുട്ടികളിൽ ചിലർ ചിത്രശലഭങ്ങളുടെ പുറകെ പോയി. മറ്റു ചിലർ കാട്ടുപഴങ്ങൾ പറിക്കുന്നതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. 6 പേരുള്ള ഒരു ഗ്രൂപ്പ് ഒളിച്ചു കളിക്കുന്നതിന് തീരുമാനിച്ചു. മണി എന്ന കുട്ടിയെ ഗ്രൂപ്പിന്റെ ലീഡറാക്കി. ഒളിച്ചിരിക്കാൻ മണിയടക്കം 3 പേരെയും അവർ കണ്ടുപിടിക്കാൻ 3 പേരെയും നിയമിച്ചത് മണി തന്നെയായിരുന്നു. ഒളിച്ചിരിക്കാനുള്ളവർ പെട്ടെന്ന് അപ്രത്യക്ഷരായി. ഗുഹകളും കുറ്റിക്കാടുകളും വേണ്ടത്ര ഉണ്ടായിരുന്നതുകൊണ്ട് ഒളിച്ചു കളിക്കാൻ നല്ല ഹരം. കണ്ടുപിടിക്കാനായിരുന്നു പ്രയാസം. ഒളിച്ചിരിക്കുന്നവരെ പിടികൂടുവാനായി കണ്ടുപിടുത്തക്കാർ ഓട്ടം തുടങ്ങി. വളരെ നേരം പരിശ്രമിച്ചെങ്കിലും ഒളിച്ചിരിക്കുന്നവരെ കണ്ടെത്താനായില്ല. ഏതാനും മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ കണ്ടുപിടുത്തക്കാർ തങ്ങളുടെ നേരെ വരുന്നത് ഒളിച്ചിരിക്കുന്നവർ കണ്ടു. അപ്പോഴാണ് അത് സംഭവിച്ചത്. വേണുസാറിന്റെ വിസിൽ. അവർ പുറത്തു വന്നാൽ കണ്ടുപിടുത്തക്കാരുടെ പിടിയിലാകും. കളിയിൽ തോൽവി സമ്മതിക്കേണ്ടി വരും. അവരെന്താണ് ചെയ്തതെന്നോ, കാട്ടിനുള്ളിലൂടെ പതുക്കെ നുഴഞ്ഞ് ഇറങ്ങി അടുത്തുള്ള പച്ചക്കറിത്തോട്ടങ്ങളിലൂടെ അന്തം വിട്ടോടി. അതിനിടയിൽ തോട്ടത്തിലുണ്ടായിരുന്ന പച്ചക്കറി ചെടികളിൽ നല്ലൊരു ഭാഗം അവർ ചവിട്ടി മെതിച്ചു കഴിഞ്ഞിരുന്നു. തോട്ടമുടമ ഒരിടത്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയം അയാൾ നിൽക്കട അവിടെ എന്നലറിക്കൊണ്ട് അവരെ പിടിക്കാൻ ശ്രമിച്ചെങ്കിലും കുട്ടികൾ തോട്ടം മറികടന്ന് രക്ഷപ്പെട്ടു. എല്ലാവരും വേണുസാറിന്റെ അടുത്തെത്തി. ഗ്രൂപ്പ് ലീഡർ മണി സാറിനോടെല്ലാം തുറന്നു പറഞ്ഞു. നിങ്ങൾ ചെയ്തത് തെറ്റാണ്, പക്ഷേ ചെയ്ത തെറ്റ് ഏറ്റുപറയാനുള്ള ധൈര്യം മണിക്കുണ്ടായി. അതുകൊണ്ട് മാത്രമായില്ല, നിങ്ങൾ തോട്ടമുടമയോട് മാപ്പ് ചോദിക്കണം എന്നും പറഞ്ഞ് വേണുസാർ അവരോടൊപ്പം തോട്ടമുടമയുടെ അടുക്കിലേക്ക് പോയി. മണി തോട്ടമുടമയോട്, കളിക്കുന്ന തിരക്കിൽ അറിയാതെ ചെയ്തു പോയതാണ്, ഞങ്ങളോട് ക്ഷമിക്കണം. തോട്ടമുടമ, നിങ്ങൾ എന്നെ പഠിപ്പിക്കാനൊന്നും വരണ്ട. ഞാൻ നട്ടു നനച്ചു വളർത്തിയ ചെടികളെല്ലാം നിങ്ങൾ നശിപ്പിച്ചു. അറിയാതെ ചെയ്തതാണത്രേ. മണി, ഇത് ഞങ്ങൾ ഇനി ആവർത്തിക്കുകയില്ല. നഷ്ടപരിഹാരം എന്തെങ്കിലും വേണമെങ്കിൽ ഞങ്ങൾ അതിന് തയ്യാറാണ്. ഇത്തരത്തിലുള്ള പ്രതികരണം തോട്ടമുടമ കുട്ടികളിൽ നിന്ന് പ്രതീക്ഷിച്ചില്ല. അയാളുടെ കോപമെല്ലാം അപ്രത്യക്ഷമായി. വേണുസാറിനെ നോക്കിക്കൊണ്ട് തോട്ടമുടമ പറഞ്ഞു, ശരി, നിങ്ങൾക്ക് പോകാം. പിള്ളേർക്ക് വീണ്ടും വിചാരമില്ല, പക്ഷെ നല്ല ഹൃദയമുള്ളവരാണ്. ഞാനതിൽ സന്തോഷിക്കുന്നു. വേണുസാറും കുട്ടികളും സന്തോഷത്തോടും സംതൃപ്തിയോടും കൂടി തിരിച്ചു പോന്നു.